റെക്കോർഡ് ആണല്ലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകണ്ട. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണ മക്കൾ, ശ്രദ്ധിച്ചിരിക്കണേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. വിത്ത് ഇറ്റ്സ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ലൂപ്പ്. ഇതുവരെ ക്വസ്റ്റ്യൻ വായിക്കുക, ഇതുവരെ മാത്രം വായിക്കട്ടോ. ഒന്നും കൂടെ വായിച്ച. എ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സർക്കുലർ ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട്. വിത്ത് ഇറ്റ്സ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ലൂപ്പ്. അതിന്റെ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ പ്ലെയിന്, ആ സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിൾ എത്രയെന്ന് കമന്റ് ചെയ്തേ. ഇതിന്റെ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ ആംഗിൾ തീറ്റ എത്രയാണെന്ന് കമന്റ് ചെയ്തേ. സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ. ഇത്ര വായിച്ചിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ ഇത്രയേ വായിച്ചിട്ടുള്ളൂ. ഇവിടെ ആംഗിൾ എത്രയെന്ന് കമന്റ് ചെയ്യണം. 90 ഡിഗ്രി. ഓക്കെ, ഫെർണാണ്ടോ ഡിങ്കർ 90 ഡിഗ്രി കമന്റ് ചെയ്തിട്ടുണ്ട്. ഇമ്മാനുവൽ 90 ഡിഗ്രിനെ π/2 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ഷിഫ്ന 90 കമന്റ് ചെയ്ത്. ജസ്ന ജാഫർ 90 കമന്റ് ചെയ്ത്. ഓക്കെ, ഒക്കെ തെറ്റാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. ഓക്കെ, ഒന്നും കൂടെ വായിക്കണേ. യെസ്, 0 ഡിഗ്രി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരുന്നോ. എ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ്. ഒരു ലൂപ്പ് ഉണ്ട്, ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുകയാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആണ്. ഞാൻ അതൊരു ഫിഗർ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. വേണ്ട, നിങ്ങൾക്ക് വേറെ വരച്ചുതരാം. നമ്മൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വരച്ചുതരാം. ഇത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തത് വരച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ വേറെ വരച്ചുതരും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. എടാ, ഇവിടെ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ടായിരിക്കാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പോകണറിയോ? ഈ സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട്, എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോണത്. ഇങ്ങനെയാണ് ആര് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ തീറ്റ എന്ത്? എടാ, ആദ്യം നിങ്ങൾ തീറ്റ എന്താന്ന് മനസ്സിലാക്കാം. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഏരിയൽ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു പ്ലെയിൻ എടുത്താലും ആ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടുന്ന് ഏരിയൽ വെക്ടർ ഉണ്ടാകുക. പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊരു പ്ലെയിൻ എടുത്താലും ആ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക. സോറി, ഏരിയൽ വെക്ടർ ഉണ്ടാവുക. ഏതൊരു പ്ലെയിൻ എടുത്താലും ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. നോർമൽ ആയിട്ടാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ സോറി, മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഏരിയൽ വെക്ടർ ഉണ്ടാവും കേട്ടോ. ഞാൻ അറിയാതെ പറയുന്നതാണ്. അതായത് ഏതൊരു സർക്കുലർ പ്ലെയിൻ എന്നല്ല, ഏതൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാലും ആ പ്ലെയിനിനോട് നോർമൽ ആയിട്ടാണ് എന്ത് പോകുന്നുണ്ടാവുക? ഏരിയൽ വെക്ടർ പോകുന്നുണ്ടാവുക. അപ്പൊ നോക്കണം, ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മളെ തീറ്റ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഏരിയൽ വെക്ടറും ഒരേ ഡയറക്ഷനിലല്ലേ പോണത്, അല്ലേ? എടാ, മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആണ്, ഏരിയൽ വെക്ടറും പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പെർപെൻഡിക്കുലർ എന്ന് കാണുമ്പോൾ നമ്മൾ കരുതും അവിടെ തീറ്റ 90 ഡിഗ്രി ആണ്. അല്ല, അവിടെ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം, മനസ്സിലായിട്ടില്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം. ഇവിടെ തീറ്റ 0 ഡിഗ്രി ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം, മനസ്സിലാവട്ടില്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന്റെ പകുതി വരെ വായിച്ചിട്ടുള്ളൂ. പകുതി വരെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അവിടുത്തെ തീറ്റ എന്താണ്? 0 ഡിഗ്രി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. ഞാൻ ആ മാഗ്നറ്റിക് ഫീൽഡ് എഴുതി വെക്കാണ്. എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്? 0.025 ടെസ്ലയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഒന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.025 ടെസ്ല. 0.0025 ആണോ? അല്ല, 0.025 ടെസ്ല. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇതുവരെയാണ് വായിച്ചത്. ബാക്കി വായിക്കാം. The radius of the loop is made to shrink at a constant rate 1 millimeter per second. അതായത് ഈ ലൂപ്പിന്റെ റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? 1 millimeter per second എന്ന രീതിയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, shrink ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഈ ലൂപ്പിന്റെ റേഡിയസ് ഉണ്ടല്ലോ, അത് 1 millimeter per second. ഒരു സെക്കൻഡിൽ 1 millimeter ചുരുങ്ങുന്നു.
ഒരു സെക്കൻഡിൽ 1 മില്ലിമീറ്റർ ചുരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം എന്താണ്? 1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് അല്ലേ? 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 1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ അവിടെ റേഡിയസ് ചുരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് dr/dt അല്ലടാ 1 മില്ലിമീറ്റർ പെർ സെക്കൻഡ്. അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് മാറ്റണം. അപ്പൊ മില്ലിമീറ്റർ മാറ്റുമ്പോ 1 × 10⁻³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? dr/dt ആണ് അല്ലെ? ഇവിടെ റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? 1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് dr/dt ആണ് ഇവിടെ എന്ത്? 1 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. മക്കൾക്ക് ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നുമില്ല അല്ലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദ ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണം. റേഡിയസ് 2 സെന്റിമീറ്റർ. അത് റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. അതിനൊക്കെ മീറ്റർക്ക് മാറ്റണം. അപ്പൊ 2 × 10⁻² മീറ്റർ ആണ് റേഡിയസ് വരിക. ഇനി നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ. അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ എഴുതുക. എന്താ ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ? മൈനസ് d/dt ഓഫ് NBA cos theta. NBA cos theta. നിങ്ങൾ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഞാൻ ആരെ പുറത്തെടുക്കാൻ പറ്റൂല? ഒരാളെ മാത്രം പുറത്തെടുക്കാൻ പറ്റൂല, ബാക്കിയുള്ള എല്ലാം പുറത്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓരോ പ്രോബ്ലത്തിലും ഓരോ രീതിയിലാണ് നമ്മൾ ആ ഇക്വേഷൻ കൊടുക്കുക നിങ്ങളോട് പറഞ്ഞു അല്ലെ? ഇവിടെ ഒരാളെ മാത്രം പുറത്തെടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാവരും പുറത്തെടുക്കുക. യെസ്, വെരി ഗുഡ്. അവിടെ റേഡിയസ് ആണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. റേഡിയസ് മാറുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തെടുക്കാനോ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0.025 ടെസ്ല ആണെന്നാണ് പറഞ്ഞത്. അതിന് മാറ്റല്ല, അത് കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുക്കാം. ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് റേഡിയസ് ആ. റേഡിയസ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഏരിയ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഏരിയ അല്ലാത്ത എല്ലാ ആൾക്കാരും ഞാൻ എന്ത് ചെയ്തും? പുറത്തെഴുതും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ക്വസ്റ്റിനകത്ത് ഓരോ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ വരും n പുറത്തെഴുതും. n ഇവിടെ 1 ആണ് അല്ലെ? നമ്പർ ഓഫ് ടേൺസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. എന്നാലും പുറത്തെഴുതി. ബി പുറത്തെഴുതി. ബിക്ക് മാറ്റല്ല. എക്ക് മാറ്റം അതിനെ പുറത്തെഴുതാൻ പാടില്ല. കോസ് തീറ്റക്ക് മാറ്റല്ല, അത് പുറത്തെഴുതി. ബാക്കി എന്തുണ്ട് അവിടെ? d/dt ഓഫ് എ. എടാ ഇവിടെ സർക്കുലർ കോയിൽ ആയതുകൊണ്ട് ഏരിയക്ക് പകരം എന്ത് കൊടുക്കുക? πr² കൊടുക്കുക. ഏരിയക്ക് പകരം എന്ത് കൊടുക്കുക? πr². അപ്പൊ ഈസ് ഈക്വൽ ടു മൈനസ് എന്നിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് അത് ഞാൻ കൊടുക്കണില്ല. ബി അവിടെ കൊടുത്ത് കോസ് തീറ്റ. ഇവിടെ തീറ്റ 0 ആയതുകൊണ്ട് കോസ് 0 എന്താവും? 1 ആവും. അപ്പൊ ഞാൻ എഴുതണോ? അത് എഴുതണ്ട അല്ലെ? കോസ് 0 ആവൂലേ? അവിടെ തീറ്റ 1 അല്ല, തീറ്റ 0 ആണ്. അപ്പൊ കോസ് 0 1 വരും. അത് എഴുതണ്ട. ബാക്കി d/dt ഓഫ് ഏരിയക്ക് പകരം എന്ത് കൊടുക്കണം? πr² കൊടുക്കുക. ഏരിയക്ക് പകരം എന്ത് കൊടുക്കുക? πr² is equal to മൈനസ് ബി ഇൻറ്റു പൈ. ഒരു കോൺസ്റ്റന്റ് ആണ് മക്കളെ. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. പൈനെ ഞാൻ പുറത്തെഴുതി. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. പൈനെ ഞാൻ പുറത്തെഴുതി. പിന്നെ എനിക്ക് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത് ആരാണ്? d/dt ഓഫ് r² ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്. r² എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ഇടണം? ഇൻഡ്യൂസ്ഡ് EMF is equal to മൈനസ് ബി ഇൻറ്റു പൈ ഇൻറ്റു r² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരണം? 2r dr/dt. r² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? 2r dr/dt. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരിക. എടാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ബി തന്നിട്ടുണ്ട്. പൈന്റെ വാല്യൂ നമുക്കറിയാലോ. 2 പിന്നെ നമുക്കറിയാലോ. റേഡിയസും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. dr/dt ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്തിക്കൂടെ? അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിലുണ്ട്, പൈ ക്വസ്റ്റ്യനിലുണ്ട്, 2 നമുക്കറിയാം, r ക്വസ്റ്റ്യനിലുണ്ട്, dr/dt ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? EMF കണ്ടെത്താൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്തോ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യുക. One minute. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലെ?
ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനകത്ത് ഇ എം എഫുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതേപോലെ കറണ്ട് ചോദിക്കട്ടോ. കറണ്ട് ചോദിച്ചാൽ ഞാനൊന്നുമില്ല, ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഇ എം എഫ് കിട്ടിയാൽ 6 കൊണ്ട് ഡിവൈഡ് 6 ക്വസ്റ്റ്യൻ തരും, റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തരും, അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് മാറും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയിട്ട് മാറും. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് മോഷണൽ ഇ എം എഫ് കേട്ടോ. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് മോഷണൽ ഇ എം എഫ്. മോഷണൽ ഇ എം എഫ് ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, മോഷണൽ ഇ എം എഫ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെ എഴുതിയതിനർത്ഥം എന്താ? ഇങ്ങനെ വരച്ചതിനർത്ഥം എന്താ പറഞ്ഞ? ഇങ്ങനെ വരച്ചതിനർത്ഥം എന്താ? ഇതെന്താ സാധനം? ഇതെന്താ? ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മളെ സ്ക്രീനിന്റെ ഉള്ളിലോട്ട് അല്ലെ, നമ്മളെ സ്ക്രീനിന്റെ ഉള്ളിലോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ കാണിക്കുന്നത് അല്ലെ. ഇനി അങ്ങനെ കുറെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്, കുറെ ക്രോസ് ഇട്ടാൽ ഇൻസൈഡിലോട്ട് നമ്മള് ഒരു സ്ക്രൂ നമ്മൾ മുറുക്കി കഴിഞ്ഞാൽ അതിന്റെ ബാക്കല്ലേ നമ്മൾ കാണാം, അതിന്റെ ബാക്കിൽ ഒരു തെറ്റല്ലേ ഉണ്ടാവുക. അപ്പൊ സ്ക്രൂ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ബാക്ക് കാണുന്നത്, ക്രോസ് കാണുന്നത്. അതുകൊണ്ടാണ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട് എന്ന് എഴുതുക. മാഗ്നറ്റിക് ഫീൽഡിൽ എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ എഴുതാം. ആ കണ്ടക്ടർ എന്താണ്? വി വെലോസിറ്റിയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യാൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതിന്റെ ഇക്വേഷൻ അറിയണമല്ലോ, കമന്റ് ചെയ്തേ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത്, എൽ ലെങ്ത് ഉള്ള കണ്ടക്ടർ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, സോറി മോഷണൽ ഇ എം എഫ്. അതിന്റെ ഇക്വേഷൻ കമന്റ് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. ജീവൻ കമന്റ് ചെയ്തിട്ടുണ്ട് ബി എൽ വി എന്നാണ് ഇക്വേഷൻ. വേറെ ആരെങ്കിലും തീർത്ത കമന്റ് ചെയ്തിട്ടുണ്ട് ബി എൽ വി ആണ് ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ബി എൽ വി അല്ല ഇക്വേഷൻ. മനസ്സിലാക്കി വെച്ചോ, ബി എൽ വി അല്ല ഇക്വേഷൻ. നമ്മൾ എൻട്രൻസ് സ്റ്റുഡൻസ് ആണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ഡി ഇ ഇസ് ഈക്വൽ ടു വി ക്രോസ് ബി, വി ക്രോസ് ബി ഡോട്ട് ഡി എൽ. ഇതാണ് മക്കളെ യഥാർത്ഥ ഇക്വേഷൻ. ഇതാണ് മക്കളെ യഥാർത്ഥ ഇക്വേഷൻ. പണ്ട് പ്ലസ് ടു നിങ്ങളെ പറ്റിച്ചതാണ്. ബി എൽ വി ആണ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണ്. അതായത് ഡി ഈസ് ഈക്വൽ ടു വി ക്രോസ് ബി ഡോട്ട് ഡി എൽ ആണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് വി ക്രോസ് ബി, ഇന്റഗ്രൽ ഓഫ് വി ക്രോസ് ബി ഡോട്ട് ഡി എൽ ആണ് ഒരു എൻട്രൻസ് സ്റ്റുഡന്റ് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രൽ വി ക്രോസ് ബി ഡോട്ട് ഡി എൽ ആണ്. അപ്പൊ എപ്പോഴാണ് ഈ ഇക്വേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യാം? ഇക്വേഷൻ എപ്പോഴും കൊടുക്കാറിയോ? എടാ, ഇവിടെ എല്ലാവരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിലേ ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒരു എൻട്രൻസ് കോച്ചിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. കാരണം നമ്മൾ പണ്ട് പഠിച്ചു മോഷണൽ ഇ എം എഫ് ബി എൽ വി ആണ്. പക്ഷെ ബി എൽ വി കൊടുക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ് ആ കണ്ടീഷൻ? അവിടെ ബിയും എല്ലും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവേണ്ടിയിരുന്നു. ആ കണ്ടീഷൻ നമുക്കറിയില്ലായിരുന്നു. കണ്ടീഷൻ അല്ലാത്ത ജനറൽ ഇക്വേഷൻ എന്താണ്? ഇ എം എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ വി ക്രോസ് ബി ഡോട്ട് ഡി എൽ ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇക്വേഷൻ ആണോ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്? അല്ല. അവിടെയാണ് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിറ്റ്, ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിറ്റ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമോജി ഇടുക. ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഇമോജി ഇടുക. വെറുതെ ഓക്കെ, പോസിറ്റീവ് ഞാൻ പ്രതീക്ഷിച്ചു ഇങ്ങനത്തെ ഒരു കമന്റ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ മക്കൾ മനസ്സിലാക്കി വെക്കണം, യഥാർത്ഥ ഇക്വേഷൻ ഏതാണ്? യഥാർത്ഥ ഇക്വേഷൻ മോഷണൽ ഇ എം എഫ് കണ്ടുപിടിക്കാതെ യഥാർത്ഥ ഇക്വേഷൻ ഇന്റഗ്രൽ വി ക്രോസ് ബി ഡോട്ട് ഡി എൽ ആണ്. മറ്റേത് യൂസ് ചെയ്യാം, എപ്പോ യൂസ് ചെയ്യാം? അതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് ഇവിടെ 3 ആൾക്കാരുള്ളത് അല്ലെ. ബി ഉണ്ട്, എൽ ഉണ്ട്, വി ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചോ, ഇതില് ഏതെങ്കിലും രണ്ടാളുകള് പാരലോ, ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ഓർ ആന്റി പാരലൽ ആയി വന്നു കഴിഞ്ഞാല്, ഇവിടെയുള്ള ഏതെങ്കിലും രണ്ടാളുകള് പാരലലോ ആന്റി പാരലോ ആയിട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ പ്രോബ്ലം ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. പ്രോബ്ലം ചോദിക്കുക ഒന്നല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുന്ന കേസാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ബി എൽ വി ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും രണ്ടാൾക്കാർ പാരലോ ആന്റി പാരലോ ആയിട്ട് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നേരെ ആൻസർ 0 ആണ് വരിക. അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഇന്റഗ്രൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ബട്ട് യഥാർത്ഥ ഇക്വേഷൻ അതാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അതായത് ബി എൽ വി അതിൽ ഏതെങ്കിലും രണ്ടാളുകള് പാരലലോ ആന്റി പാരലലോ ആണെങ്കിലും അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും.
അവിടെ മോഷണൽ ഇ എം എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബിയും എല്ലും കൂടെ പാരലൽ ആണെന്ന് കരുതുക, അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 0 ആണ്. എല്ലും ബിയും കൂടെ പാരലൽ ആണെന്ന് കരുതുക, അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 0 ആണ്. വിയും എല്ലും ആണ് വിയും ബിയും ആണ് പാരലൽ എന്ന് കരുതുക, അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ മുൻ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. മുൻ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ കാണിച്ചു തരുന്നത്, അതിന്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കണ്ടോ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബി എൽ വി അതിൽ ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആണെങ്കിൽ, ബി എൽ വി അതിൽ ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0 ആണ്. അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0 ആണ് കേട്ടോ. ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0. എടാ നോക്ക്, ഇവിടെ ഒരു ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ? ഈ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ, എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ, എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ, ഓക്കെ, എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. അത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്, വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ത്, അല്ലെങ്കിൽ മോഷണൽ ഇ എം എഫ് എന്ത്? ഓപ്ഷൻ എ മോഷണൽ ഇ എം എഫ് is equal to ബി എൽ വി. ഓപ്ഷൻ ബി മോഷണൽ ഇ എം എഫ് is equal to മൈനസ് ബി എൽ വി. ഓപ്ഷൻ സി മോഷണൽ ഇ എം എഫ് is equal to 0. ഓപ്ഷൻ ഡി മോഷണൽ ഇ എം എഫ് is equal to ഇന്റഗ്രൽ ഓഫ് വി ക്രോസ് ബി ഡോട്ട് ഡി എൽ. ആൻസർ എന്ന് പറഞ്ഞേ, ഇവിടെ മോഷണൽ ഇ എം എഫ് എന്ത്? ഇതിൽ ഏത് ഇക്വേഷനിലേക്ക് യൂസ് ചെയ്യാം? സി 0 ആണ് കമന്റ് ചെയ്യുന്നുണ്ട്. 0. ഓക്കെ, രണ്ടാൾക്കെങ്കിലും ഓക്കെ, ജസ്ന ഇമ്മാനുവൽ ഒക്കെ 0 എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും? യെസ്, ഇവിടെ 0 ആണ് ആൻസർ അല്ലേ? എടാ നോക്ക്, ഞാൻ ഇവിടെ നേരത്തെ എന്താ പറഞ്ഞത്? ബി എൽ വി ഇതിൽ ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആയാൽ മതി, ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആയാൽ മതി, അല്ലെങ്കിൽ ആന്റി പാരലൽ ആയാൽ മതി, അവിടെ ഇ എം എഫ് 0 ആണ് അല്ലേ? എടാ നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് നോക്കടാ, ലെങ്ത് ഇങ്ങോട്ടാ നിൽക്കുന്നത്, വെലോസിറ്റി ഇങ്ങോട്ടാ നിൽക്കുന്നത്, രണ്ടും പാരലൽ അല്ലേ? ലെങ്ത് ഇങ്ങോട്ടാ നിൽക്കുന്നത്, വെലോസിറ്റി ഇങ്ങോട്ടാ നിൽക്കുന്നത്, രണ്ടും ഇവിടെ പാരലൽ ആയതുകൊണ്ട് ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താ? ലെങ്ത്തും വെലോസിറ്റിയും പാരലൽ ആയതുകൊണ്ട് ഇ എം എഫ് എന്താണ്? 0 ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഈ രീതിയിൽ ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കലി ഇക്വേഷനിലൊക്കെ കൊടുത്ത് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, വെറുതെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവസാനം എന്ത് ആൻസർ കിട്ടും? 0 കിട്ടും. അപ്പൊ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ട്രിക്ക് യൂസ് ചെയ്യുക. എന്താണ് നമ്മൾ പറഞ്ഞ ട്രിക്ക്? ബിയോ എല്ലോ, എല്ലോ വിയോ, വിയോ ബിയോ, ഏതെങ്കിലും രണ്ടാളുകൾ പാരലലോ ആന്റി പാരലലോ ആണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0 ആണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തെങ്കിലും ഇമോജിട്ടെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞേ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇവിടെ 0 ആണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പെട്ടെന്ന്. ഏതെങ്കിലും രണ്ടാൾക്കാർ പാരലൽ ആയിട്ട് പാരലൽ ആയാൽ മതി, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി. അവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഇതാ ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ വി വെലോസിറ്റിയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ആൻസർ എന്താ വരിക പറഞ്ഞ? ആൻസർ എന്താ വരിക പറഞ്ഞ? മോഷണൽ ഇ എം എഫ് എത്രയാന്ന് പറഞ്ഞ? മോഷണൽ ഇ എം എഫ് എത്രയാന്ന് പറയും? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, വെലോസിറ്റി ഇങ്ങോട്ട്. യെസ്, മോഷണൽ ഇ എം എഫ് 0. ബി എൽ വി വരുമോ? ഇല്ലടാ, ബി എൽ വി വരില്ല. നോക്ക് നോക്ക് നോക്ക്, മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും ഒരേ ഡയറക്ഷൻ അല്ലേ? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന അതേ ഡയറക്ഷനിലല്ലേ വെലോസിറ്റി പോണത്? കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് പോണ ഒരേ ഡയറക്ഷനിലാണ് വെലോസിറ്റി പോണത്. അപ്പൊ ഇവിടെ വിയും ബിയും പാരലൽ ആണ്. അപ്പൊ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഇങ്ങനെ മുന്നിക്ക് പോണ മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ കൂടെ ഒരു കണ്ടക്ടർ അങ്ങോട്ട് പോയി എഴുതിയിട്ട് അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിസ്റ്റർബൻസ് വരാൻ പോണില്ല, അതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? ഇ എം എഫ് ഉണ്ടാവില്ല. അങ്ങനെ കോൺസെപ്ഷ്യൽ ആയിട്ട് ചിന്തിച്ചാലും മതി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ കൂടെ ഒരു കണ്ടക്ടർ അങ്ങനെ പോയി എഴുതിയിട്ട് അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിസ്റ്റർബൻസ് വരാൻ പോണില്ല, അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകാൻ പോണില്ല. ഇനി അങ്ങനെ ആലോചിച്ചിട്ട് കിട്ടണ്ട, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനാ, രണ്ടും ഇവിടെ പാരലലാ, അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താ? 0 ആണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? 0 ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടാവോ? ഡൗട്ട് ഉണ്ടാവോ? ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരുന്നോ? വേറെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്, ഇതേപോലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. അവിടെ ഒരു കണ്ടക്ടർ ഇതാ ഇങ്ങനെ നിൽക്കണം കേട്ടോ, നോക്കിക്കോട്ടോ.
കണ്ടക്ടർ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് മേലക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്, മേലക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താ? ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താ? കണ്ടക്ടർ ഇങ്ങനെ നിന്നിട്ട് മേലക്ക് v വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താ? പറഞ്ഞേ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നിൽക്കുമ്പോ വെലോസിറ്റി മേലക്ക ബി എൽ വി അല്ലേ? ഓക്കെ, ബി എൽ വി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റിന് ആദ്യമാതിരി സുഹാഷറഫ് ഒക്കെ എന്ത് കമന്റ് ചെയ്യാണ്? ബി എൽ വി. സീറോ ആണോ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട്, സീറോ ആണോ? ഫാത്തിമ പറയാണ് സീറോ ആണെന്ന്. ഓക്കെ, സീറോ ആണ്. എന്തിനാടാ ബി എൽ വി? എന്തിനാടാ ബി എൽ വി? അവിടെ നോക്ക്, ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലല്ലേ നിൽക്കുന്നത്? ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലല്ലേ നിൽക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ തെറ്റിക്കാറുണ്ട് അല്ലെ? ആരെങ്കിലും രണ്ടാള് പാരലൽ ആയാൽ മതി, ഏതെങ്കിലും രണ്ടാള് പാരലൽ ആയാൽ മതി, അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്? സീറോ ആണ്. ഇവിടെ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത്തും പാരലലാ അല്ലെ? മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത്തും പാരലൽ ആണ്. സോ ഇവിടെ ഇമോഷണൽ ഇ എം എഫ് എന്താണ്? സീറോ. ലെങ്ത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എടാ ലെങ്ത്തിന്റെ പകരം നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് യൂസ് ചെയ്യാം. കറന്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് അല്ലെ? കാരണം വി ക്രോസ് ബി ഡോട്ട് ഡി എൽ എന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെങ്ത് എന്തായിരിക്കണം? വെക്ടർ ആയിരിക്കണം. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് അതിന് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ്. അപ്പൊ പ്രശ്നമില്ലല്ലോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ജീവൻ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചുതരാം, ശ്രദ്ധിച്ചിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? എടാ ഇവിടെ ഒരു ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ, ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോറി, ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ നിൽക്കുക, ഒരു കണ്ടക്ടർ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നത് വി വെലോസിറ്റിയിൽ. അപ്പൊ ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ടാവും, ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ടാവും അല്ലെ? വെലോസിറ്റി നിങ്ങൾക്ക് ഇവിടെ രണ്ട് കമ്പോണന്റ് ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. ബി എൽ വി സൈൻ തീറ്റ, അതേമാതിരി ബി എൽ വി കോസ് തീറ്റ, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും അല്ലെ? അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്തേ. അപ്പൊ അത് വി ആണെങ്കിൽ, ഒരു മിനിറ്റ് ഫിഗർ ഒന്ന് മാറ്റി എടുക്കണ്ടേ, മിനിറ്റ്. ഓക്കെ, ഇവിടെ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്താ വരിക എന്ന് പറഞ്ഞാൽ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താ വരിക എന്നായിരിക്കും കമന്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താ വരിക എന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്ത് വരും എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഞാൻ ഈ ഫിഗർ ഒന്നും കൂടെ മാറ്റി എടുക്കാം. നമ്മുടെ തീറ്റ എടുക്കുന്നതിനനുസരിച്ച് ഇക്വേഷൻ മാറുവേ. ഇവിടെ ഞാൻ വി എന്ന് കൊടുത്ത്, ഈ ആംഗിൾ തന്നെയാണ് തീറ്റ, ഈ ആംഗിൾ തന്നെയാണ് തീറ്റ. ഓക്കെ, ഇനി പറഞ്ഞേ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് ഇക്വേഷൻ എഴുതി വെക്കാം, അതിൽ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ. ഓപ്ഷൻ എ ഇ എം എഫ് ഈക്വൽ ടു ബി എൽ വി. ഇന്റഗ്രലിൽ ഇക്വേഷൻ വരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓപ്ഷൻ ബി ഇ എം എഫ്, ഓപ്ഷൻ ബി ഇ എം എഫ് ഈക്വൽ ടു ബി എൽ വി കോസ് തീറ്റ. ഓപ്ഷൻ സി ഇ എം എഫ് ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റ. ഓപ്ഷൻ ഡി ഇ എം എഫ് ഈക്വൽ ടു 0. ഇതിലേതാ ആൻസർ എന്ന് പറഞ്ഞേ? ഇതിലേതാ ആൻസർ എന്ന് പറഞ്ഞേ? ഇതിലേതാ ആൻസർ എന്ന് പറഞ്ഞേ? ഇതിലേതായിരിക്കും ആൻസർ? ഇതിലേതായിരിക്കും ആൻസർ? സി, ബി എൽ വി സൈൻ തീറ്റ ആയിരിക്കും ആൻസർ എന്നാണ് പറയുന്നത്. യെസ്, വെരി ഗുഡ്. ബി എൽ വി സൈൻ തീറ്റ ആണ് ഇവിടെ ഇക്വേഷൻ വരിക. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും, ശ്രദ്ധിച്ചിരുന്നോ? എടാ നോക്കടാ, ഇവിടെ ലെങ്ത് ഇല്ലേ, ഈ കണ്ടക്ടറിന്റെ ലെങ്ത് ഇല്ലേ, അതിന് ഞാൻ രണ്ട് കമ്പോണന്റ് ആക്കും. അതൊരു തീറ്റ ആംഗിൾ എന്നാണ് നിൽക്കുന്നത്, അതോടെ അതിനെ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാൻ പറ്റും. ഒന്ന് എൽ കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഇങ്ങോട്ട് ഉണ്ടാകും, ഇങ്ങോട്ട് എൽ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ടാവും. ഇങ്ങോട്ട് എന്തുണ്ടാകും? എൽ സൈൻ തീറ്റ അല്ലെ? അതായത് ലെങ്ത് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്.
എന്നിട്ട് നിൽക്കുന്ന ലെങ്തിനെ ഞാൻ രണ്ട് കമ്പോണന്റ് ആക്കി. എൽ കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിൽ എൽ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് മേലക്കുണ്ട്. അപ്പൊ നോക്കണം, വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് എൽ കോസ് തീറ്റ നിൽക്കുന്നത്. അപ്പൊ എൽ കോസ് തീറ്റയും വെലോസിറ്റിയും പാരലലാ. അപ്പൊ പാരലൽ ആണെങ്കിൽ അതിനെ കൊണ്ട് അവിടെ എന്തുണ്ടാവൂല, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവൂല. പാരലൽ ആണെങ്കിൽ അതിനെ കൊണ്ട് എന്തുണ്ടാവൂല, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവൂല. ഉണ്ടാവൂല. അപ്പൊ നോക്കണം, ഇവിടെ എൽ സൈൻ തീറ്റ പെർപെൻഡിക്കുലറാ അല്ലെ, എൽ കോസ് തീറ്റ വെലോസിറ്റിക്ക് പാരലലാ. എല്ലിനെ ഞാൻ രണ്ട് കമ്പോണന്റ് ആക്കി. എല്ലിനെ ഞാൻ എന്ത് ചെയ്തു, രണ്ട് കമ്പോണന്റ് ആക്കി. ഒന്ന് എൽ കോസ് തീറ്റ ആണ്, ഒന്ന് എൽ സൈൻ തീറ്റ ആണ്. ഇവിടെ എൽ കോസ് തീറ്റ കാരണം ഇ എം എഫ് ഉണ്ടാകൂല. എന്ത് കാരണം, അത് വെലോസിറ്റിക്ക് പാരലലാ. ഏതെങ്കിലും രണ്ടാളുകൾ പാരലായി വന്നാലും ഇ എം എഫ് ഉണ്ടാവില്ല. ഇവിടെ എൽ കോസ് തീറ്റ വെലോസിറ്റിക്ക് പാരലാണ്. എൽ കോസ് തീറ്റ വെലോസിറ്റിക്ക് പാരലൽ ആണെങ്കിൽ കോസ് തീറ്റ കൊണ്ട് ഇവിടെ കറന്റ് ഉണ്ടാവില്ല, ഇ എം എഫ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ എം എഫ് ഉണ്ടാക്കുന്നത് ആരാ, എൽ സൈൻ തീറ്റ. കാരണം അതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്തതാം ഈ എൽ വി സൈൻ തീറ്റ. നമ്മൾ ആൻസർ ചെയ്താണ് ഈ ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സൈൻ തീറ്റനെ കൊണ്ട് ഇവിടെ കറന്റ് ഉണ്ടാകും. കോസ് തീറ്റ പാരലൽ ആയതുകൊണ്ട് പാരലൽ കമ്പോണന്റിനെ കൊണ്ട് ഇവിടെ കറന്റ് ഉണ്ടാവില്ല. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. എന്തെങ്കിലും ഫീഡ്ബാക്ക് കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് മാത്സിന്റെ ക്ലാസ് ഉടനെ തുടങ്ങുന്നതാണ് പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് അടിക്കാം. ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് അടിക്കാം എല്ലാവർക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് അടിക്കാം. ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയും. ഒന്നുകൂടെ പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മളെ പോയിന്റ് എന്ത് ചെയ്യുന്നതാ, ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇ എം എഫ് ഉണ്ടാവൂല. അത് നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മ ഉണ്ടോ? മൈക്കോൺ ആയിക്കോ. ഏതെങ്കിലും രണ്ടാളുകൾ പാരലൽ ആണെങ്കിൽ ഇ എം എഫ് ഉണ്ടാവില്ല. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കണം, ഇവിടെ നിൽക്കുന്ന ലെങ്ത് ഇല്ലേ, ലെങ്ത് നിൽക്കുന്ന തീറ്റ ആംഗിൾ അല്ലേ. അപ്പൊ അതിന് രണ്ട് കമ്പോണന്റ് ആക്കാം അല്ലെ. എൽ കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഇങ്ങോട്ട്, എൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് മേലക്ക് അല്ലെ. ആ എൽ കോസ് തീറ്റ വെലോസിറ്റി പോണ അതേ ഡയറക്ഷനിലല്ലേ, കാരണം വെലോസിറ്റി ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഓൾറെഡി. വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് എൽ കോസ് തീറ്റ. അപ്പൊ എൽ കോസ് തീറ്റയും വെലോസിറ്റിയും പാരലൽ അല്ലേ? യെസ് ഓർ നോ? എൽ കോസ് തീറ്റയും വെലോസിറ്റിയും പാരലൽ ആണെങ്കിൽ അതിനെ കൊണ്ട് എന്തുണ്ടാവില്ല, ഇ എം എഫ് ഉണ്ടാവില്ല. അപ്പൊ എൽ കോസ് തീറ്റിനെ കൊണ്ട് ഇവിടെ എന്തില്ല, ഇ എം എഫ് ഇല്ല. എന്നാൽ എൽ സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ആണ്, അതിനെ കൊണ്ട് ഇ എം എഫ് ഉണ്ടാകും. അതുകൊണ്ട് ബി എൽ വി സൈൻ തീറ്റ എന്നാണ് ഇക്വേഷൻ വരിക. ഓക്കെ, ക്ലിയർ? ഓക്കെ, താങ്ക് യു. കേട്ടില്ല, ബ്രേക്ക് ആയി. താങ്ക് യു പറഞ്ഞാണോ? ഓക്കെ, താങ്ക് യു.